മൂന്നാമതും അധികാരത്തിൽ വരാൻ വേണ്ടി പിണറായി വിജയനും കൂട്ടരും ഭഗീരഥ പ്രയത്നത്തിലാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റെപ്പാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സ്വതന്ത്രരെന്ന് തോന്നിക്കുന്ന കുറച്ചാളുകളെ, കുറച്ചെന്ന് പറഞ്ഞാൽ പോരാ, 10,000 ആളുകളെ പ്രത്യേകമായി പരിശീലിപ്പിച്ച് അവരെ കൊണ്ട് സർക്കാരിന് വേണ്ടി പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. പണിയെന്ന് പറഞ്ഞാൽ PR പണി. അതിനുവേണ്ടിയുള്ള ശില്പശാലകൾ വരെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനതല ശില്പശാല കഴിഞ്ഞു. ഇനി ജില്ലാതലങ്ങളിൽ ശില്പശാല നടക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഇതനുസരിച്ചുള്ള അവരുടെ പ്രയത്നങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും. അതിന് സർക്കാർ പറയുന്ന ന്യായം, അല്ലെങ്കിൽ LDF CPM ഒക്കെ പറയുന്ന ന്യായം, വർഗീയതയ്ക്കെതിരെ, സംഘപരിവാർ ശ്രമങ്ങൾക്കെതിരെയുള്ള ഒരു പടയൊരുക്കം എന്ന നിലയിലാണ് അതിനെ അവർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ഏറ്റവും അവസാനം എൻഡ് ഓഫ് ദി ഡേ എന്നൊക്കെ പറയുന്ന പോലെ അത് സർക്കാർ അനുകൂലമായ ഒരു PR വർക്കായി മാറുകയും അങ്ങനെ മൂന്നാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് അവർ ഉള്ളിൽ പ്രതീക്ഷിക്കുന്നത്. അജിംസ്, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? അല്ല, തെറ്റില്ല. അത് ഏത് സർക്കാരും ചെയ്യുന്ന പണികളാണ്. എല്ലാ സർക്കാരുകൾക്കും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. PRD എന്ന് പറയുന്ന ഔദ്യോഗിക വിഭാഗമുണ്ട്. പക്ഷേ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത, സോഷ്യൽ മീഡിയ വല്ലാണ്ട് വികസിച്ച ഒരു കാലത്ത് വരുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. PS അധികാരത്തിൽ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലും അന്നുണ്ടായിരുന്ന ഓർക്കുട്ടാണ്. ഫേസ്ബുക്ക് അത്ര പ്രചാരത്തിലായിട്ടില്ല. വാട്സപ്പ് ഇല്ല, കേരളത്തിലില്ല. അപ്പോൾ ഈ 3 സാധനങ്ങളില്ലാത്തപ്പോഴായിരുന്നു VS മുഖ്യമന്ത്രിയായത്. പിണറായി വിജയൻ വരുന്നത് ഇതെല്ലാം ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്തേക്കാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ കാലത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ പിണറായി വിജയനെ പറയാം. അത് വളരെ പരീക്ഷണാത്മകമായിട്ട് ആ ഒരു സിറ്റുവേഷൻ നേരിട്ട ഒരാളാണ് പിണറായി വിജയൻ. അദ്ദേഹം ഔദ്യോഗികമായ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ആശ്രയിക്കുകയല്ല ചെയ്തത്. വേറെ തന്നെ ഒരു ടീമിനെ ഉണ്ടാക്കി, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി വേറെ ടീമിനെ ഉണ്ടാക്കി സർക്കാരിൻ്റെ പ്രചാരണം അവരെ ഏൽപ്പിച്ചു. സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെ ശമ്പളം കൊടുത്ത് ആ പ്രചാരണം ഏൽപ്പിച്ചു. അപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അതത്ര വേണ്ടത്ര ഫലപ്രദമായില്ല എന്നൊരു വിലയിരുത്തലുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള പോലീസ് അതിക്രിയകൾ, അതുപോലെ മാവോയിസ്റ്റ് വേട്ട, ഇങ്ങനെയുള്ള പോലീസ് സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് എന്ന് വിളിക്കാവുന്ന പാർട്ടിക്കകത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന വിയോജിപ്പോടെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ അതിരൂക്ഷമായി ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും കസ്റ്റഡി മരണം, വിനായകൻ്റെ കസ്റ്റഡി മരണം, അതുപോലെ മാവോയിസ്റ്റ് വേട്ടകൾ, പോലീസിൻ്റെ സംഘപരിവാർ ആഭിമുഖ്യം, ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന LDFന് വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ സർക്കാരിന് മനസ്സിലായി ഇതുകൊണ്ട് മാത്രം, അതായത് ഔപചാരിക PR കൊണ്ട് മാത്രം ഈ ഒരു പ്രചാരണത്തെ മറികടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും അത്തരം ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ വിമർശനം തൽക്കാലത്തേക്ക് അടക്കി വയ്ക്കുക എന്ന നിർദ്ദേശം കൊടുത്തു. തൽക്കാലത്തേക്ക് അടക്കി വയ്ക്കുക എന്ന് പറയാൻ കാരണം, പാർട്ടിക്ക് CPMനെ സംബന്ധിച്ച് അതിന് രാഷ്ട്രീയമായൊരു കാരണമുണ്ട്. കാരണം മുമ്പത്തേതുപോലെയുള്ളൊരു ലക്ഷറി CPM എന്ന പാർട്ടിക്കും സർക്കാരിനും ഇപ്പോഴില്ല. അപ്പോൾ മുമ്പ് VS അച്യുതാനന്ദൻ്റെ കാലത്ത് സർക്കാരിനെ പാർട്ടിക്കകത്തുള്ളവർ വിമർശിക്കുമായിരുന്നു, മുഖ്യമന്ത്രിയെ തന്നെ പാർട്ടി വിമർശിക്കുമായിരുന്നു. CPMനകത്ത് വിഭാഗീയത ഉണ്ടെന്ന് തോന്നിയാൽ പോലും അതൊരു ഡെമോക്രസി ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ലക്ഷറി ഇപ്പോൾ ഇല്ല. കാരണം കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP ആണ്. ബംഗാൾ പോയി, ത്രിപുര 2017 പോയി. 2017 ത്രിപുര പോയതിന് ശേഷം ആകെയുള്ളൊരു ഒരു തരി കനൽ ആയിട്ട് കേരളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇത് നിലനിർത്തേണ്ടത് പാർട്ടിയുടെ മാത്രമല്ല, പാർട്ടി അനുഭാവികളുടെ കൂടി ഉത്തരവാദിത്തമാണെന്നുള്ളൊരു മെസ്സേജ് പാർട്ടിയും സർക്കാരും സഹയാത്രികർക്ക് നൽകി. അതോടുകൂടി ആ ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സിൻ്റെ വിമർശനം അവസാനിച്ചു ഏറെക്കുറെ. രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുന്ന നമുക്കറിയാം. ആ വിമർശനം അവസാനിക്കുകയും കോവിഡിൻ്റെ സമയത്ത് ഈ പറയുന്ന സഹയാത്രികർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രചാരണമുണ്ട്. പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത്, കോവിഡ് പ്രതിരോധ രംഗത്ത് ആ സർക്കാർ സ്വീകരിച്ച നടപടികൾ, പ്രളയത്തിലും നിപ്പയിലും കോവിഡിലുമെല്ലാം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ വഹിച്ച നേതൃപരമായ പങ്ക്, ഇതേക്കുറിച്ചുള്ള വ്യാപകമായ പ്രചാരണം സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. ആ പ്രചാരണം വോട്ടർമാരെ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. അത് കൂടാതെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന ചില ആർട്ടിക്കിളുകളുണ്ട്. ഈ ആർട്ടിക്കിളുകൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഔദ്യോഗിക ബ്ലോഗുകളിൽ പോയാൽ പോലും KK ശൈലജ ടീച്ചറുടെ കോവിഡ് പ്രതിരോധത്തെക്കുറിച്ചൊരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദ കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കേരള എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ കാണാൻ കഴിയും. അപ്പോൾ അത് യാദൃച്ഛികമായി വരുന്നതല്ല. അത് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്കത് കിട്ടണം. അത്രയും കണ്ടൻറ്റ് കോവിഡ് കാലത്തെ കേരള പ്രതിരോധത്തെക്കുറിച്ചുള്ള കണ്ടൻറ്റ് ഉണ്ട്. ഞാനത് മോശം കാര്യമെന്നല്ല പറയുന്നത്. അത് ഒരു ഭരണകൂടം, ഒരു പാർട്ടി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവരത് അങ്ങനെ ഒരു പ്രതിരോധം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രചാരണവും കൊടുക്കണം. അപ്പോൾ ആ ഒരു പ്രചാരണം യഥാർത്ഥത്തിൽ ഒരു രണ്ടാം പിണറായി വിജയൻ സർക്കാരിനുള്ള വഴി വെട്ടിയിട്ടുണ്ട്. പക്ഷേ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സ്ഥിതി നേരെ മറിഞ്ഞു.
ഒന്ന് ഒട്ടും പരിചയസമ്പന്നരല്ലാത്ത ഒരു കൂട്ടം മന്ത്രിമാരുമായിട്ടാണ് പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ നയിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ താരതമ്യം ചെയ്യപ്പെടുക ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാരുമായിട്ടാണ്. ഡോക്ടർ ടി എം തോമസ് ഐസക്കുമായി കെ എൻ ബാലഗോപാൽ താരതമ്യം ചെയ്യപ്പെടുന്നു, ശൈല ടീച്ചറുമായി വീണ ജോർജ് താരതമ്യം ചെയ്യപ്പെടുന്നു, ജി സുധാകരനായിട്ട് മുഹമ്മദ് റിയാസ് താരതമ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്രയും പരിണതപ്രജ്ഞരായ മന്ത്രിമാരുടെ മുമ്പിൽ പുതുമുഖങ്ങൾക്ക് അത്ര ഷൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ ഔട്ട്ഷൈൻ ചെയ്യപ്പെട്ടു. ഇതൊരു പ്രതിസന്ധിയായിരുന്നു. ഈ പ്രതിസന്ധിയുടെ കൂടെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പലതരത്തിലുള്ള ഭീഷണികൾ, ഉപരോധങ്ങൾ, സാമ്പത്തിക ഉപരോധം എന്ന് പറയാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് സവിശേഷമായി പറഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. അത് ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് നിലച്ചുവെങ്കിൽ പോലും പാർട്ടി അണികൾക്കിടയിൽ ആ മുറുമുറുപ്പ് തുടർന്നു. പി വി അൻവർ തുറന്നു പറഞ്ഞു. പിന്നീട് അത് പൊതുസമൂഹം ഏറ്റെടുത്തു. അങ്ങനെ പൊതുസമൂഹം ഏറ്റെടുത്ത ആഭ്യന്തര വകുപ്പിനെതിരെ മുഖ്യമന്ത്രിക്കും എതിരായിട്ടുള്ള വിമർശനങ്ങളെ മറ്റ് ചില ചാപ്പിയടിച്ച് ഒതുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അത് കാരണം ഒരു ആളുകൾക്ക് അനുഭവവേദ്യമായ കാര്യമാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഏത് അതിക്രിയയും ജനങ്ങളെ നേർക്ക് നേരെ ബാധിക്കുന്നതാണ്. ആഭ്യന്തരവും റവന്യൂ വകുപ്പും. അപ്പോൾ റവന്യൂ വകുപ്പിനെ കുറിച്ച് അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ല. റവന്യൂ വകുപ്പ് മുമ്പത്തെ പോലെ കുറേ കൂടി കാര്യക്ഷമമാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് അതിശക്തമായ വിമർശനം സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ 4 വർഷം പൂർത്തിയായി. 4 വർഷം പൂർത്തിയായപ്പോൾ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു ഗ്രാൻഡ് മെഗാ പ്രൊജക്റ്റ് പിണറായിയെ സംബന്ധിച്ചില്ല. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സിൽവർ ലൈനിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഗ്രാൻഡ് മെഗാ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രാൻഡ് മെഗാ പ്രൊജക്റ്റ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു UDFൻ്റെ ഭരണശൈലിയാണ്. എക്സ്പ്രസ് വേ കൊണ്ടുവരിക, കൊച്ചി മെട്രോ കൊണ്ടുവരിക, വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ. അപ്പോൾ വലിയൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ മുറുമുറുപ്പുകളെ അവസാനം കണ്ടോ, ഞങ്ങളിത് കൊണ്ടുവന്നില്ലേ, ഞങ്ങളിതിന് തറക്കല്ലിട്ടില്ലേ, ഇത് ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം മുറുമുറുപ്പുകൾ അവസാനിപ്പിക്കുക എന്നുള്ളൊരു UDF ശൈലിയാണ്. ആ ശൈലി തന്നെയാണ് പിണറായി വിജയൻ സ്വീകരിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിരുന്നു സിൽവർ ലൈൻ. പക്ഷേ സിൽവർ ലൈൻ നടന്നില്ല. ഒരു വലിയ അപ്പോൾ ആ വലിയ പ്രൊജക്റ്റിന് പകരമായി സിൽവർ ലൈൻ നടന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് സർക്കാർ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ വല്ലാർപ്പാടാണ്. പക്ഷേ വല്ലാർപ്പാടം പിണറായി വിജയനും മാത്രമായിട്ട് വിഴിഞ്ഞാണോ? അല്ല, സോറി, വിഴിഞ്ഞം. അപ്പോൾ വിഴിഞ്ഞം പിണറായി വിജയന് മാത്രമായിട്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റിയ സാധനമല്ല. കാരണം അതിന് UDFും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഹൈവേ ആയിരുന്നു. തീർച്ചയായിട്ടും ഹൈവേ സർക്കാരിനെ സംബന്ധിച്ചൊരു ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രൊജക്റ്റ് തന്നെയാണ്. കാരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പദ്ധതിയാണെങ്കിലും നാഷണൽ ഹൈവേ അതോറിറ്റി നടപ്പാക്കുന്നതാണെങ്കിലും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ കൊടുത്ത പണം അത് ചെറിയ തുകയല്ല, 5000 കോടി രൂപയോളാണ് കൊടുത്തത്. അപ്പോൾ അത്രയും തുക ചെലവഴിച്ച് തങ്ങളുടെ ഭരണ നേട്ടമായിട്ട് ഉയർത്തി കാണിക്കാമായിരുന്നു. പക്ഷെ അത് അവസാന നിമിഷം പാഴാവുന്ന ദൃശ്യമാണ് നമ്മൾ മൂരിയാട് കാണുന്നത്. കൂരിയാട്. അപ്പോൾ കൂരിയാട് ആ സംഭവം ഉണ്ടായതിനു ശേഷം പിന്നെ ഈ ഹൈവേയുടെ മേലുള്ള അവകാശവാദം ഉപേക്ഷിച്ചു എന്ന് മാത്രവുമല്ല, 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പൂർത്തിയാവില്ല. കൂരിയാട് തകർന്നു പോലും പൂർത്തിയാവില്ല. ഹൈവേ മൊത്തം റീച്ചും പൂർത്തിയാവാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു ഷോക്കേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി. അപ്പോൾ ഒരു ഗ്രാൻഡ് മെഗാ പ്രൊജക്റ്റ് സർക്കാരിന് മുമ്പിലില്ല, ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാൻ. കോവിഡ് പ്രതിരോധമോ പ്രളയ പ്രതിരോധമോ പോലെ ഒരു എടുത്തു വയ്ക്കാൻ പറ്റിയൊരു ഭരണനേട്ടം സർക്കാരിനില്ല. അപ്പോൾ എന്ത് വേണം? നിലവിലുണ്ട് എന്ന് കരുതപ്പെടുന്ന, അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയതെങ്കിലും വിരുദ്ധ വികാരമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാം. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിടുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ രീതി. അപ്പോൾ അതിന് ആവശ്യമായ രീതിയിൽ ന്യൂട്രൽ നറേറ്റീവ് സൃഷ്ടിക്കുക. ഈ നിഷ്പക്ഷർ എന്ന വാക്കിനോട് CPM എന്ന പാർട്ടിക്ക് വലിയ പ്രശ്നമാണ്. കാരണം ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ചാപ്പയടിക്കുക എന്നുള്ളതാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ നിഷ്പക്ഷനാവാൻ പാടില്ല. പക്ഷം ചേർന്ന് പറഞ്ഞു, ഞാൻ ഒരു കോൺഗ്രസ് മാധ്യമ പ്രവർത്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞു. CPM സംബന്ധിച്ച് പ്രശ്നമല്ല, പക്ഷേ നിഷ്പക്ഷനാവാൻ പാടില്ല. അതാണ് പ്രശ്നം. നിഷ്പക്ഷ എന്തെങ്കിലും അഭിപ്രായം, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ പാർട്ടിക്ക് സഹിക്കില്ല. അങ്ങനെയുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു ചാപ്പ അടിച്ചു കൊടുക്കും. അപ്പോൾ അതേ തന്ത്രം തിരിച്ചെടുക്കുക. അതുവരെ CPM എതിർത്തിരുന്ന തന്ത്രം തിരിച്ചെടുക്കുകയാണ്. ഇനി നിഷ്പക്ഷർ എന്ന് തോന്നിക്കുന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടി, സർക്കാരിന് വേണ്ടി പ്രചാരണം നടത്താനുള്ള ആളുകളാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ EMS അക്കാഡമിയിൽ അതിൻ്റെ ശില്പശാല കഴിഞ്ഞു. ഈ അടുത്ത ആഴ്ച കോഴിക്കോട് ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും അതിൻ്റെ ജില്ലാതല ശില്പശാലകൾ നടക്കും. ആളുകൾക്ക് ശില്പശാലയുടെ വർക്ക്ഷോപ്പിലൂടെ പരിശീലനം കൊടുക്കുക. ശമ്പളം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവർ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിൽ അവരെ സജ്ജരാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെ പ്രതിരോധിച്ച് എഴുതുന്ന ആളുകളൊക്കെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. അവർ സർക്കാരിന് വേണ്ടി തന്നെയാണ് എഴുതുന്നുള്ളത്, വായനക്കാർക്ക് മനസ്സിലാവും. ഇനി അങ്ങനെയല്ല, അങ്ങനെ സർക്കാരിന് വേണ്ടിയാണത് പ്രത്യക്ഷത്തിൽ തോന്നിക്കാത്ത രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും അതൊരു ഡാമേജ് കൺട്രോളായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. ഭരണ തുടർച്ച ഉണ്ടാക്കുക എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നേരത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യമാകുന്ന ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തെളിയിക്കുക, അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നു. നിഷാദ്, നമ്മളിപ്പം പല രാഷ്ട്രീയക്കാരും പറയാറുണ്ട്, ചെയ്താൽ മാത്രം പോരാ, അത് ജനങ്ങൾ അറിയണം എന്നുള്ളത്. അത് രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. അപ്പോൾ അത് ചെയ്തത് മാത്രം ആൾ കാണും വേണം.
അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പം മുഖ്യമന്ത്രിക്ക് സ്വന്തമായി ഡിജിറ്റൽ ടീമുണ്ട്, അവർ അതനുസരിച്ചുള്ള വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും പോരാ എന്ന് തോന്നുകയാണ്. അതായത് ഇപ്പം എതിർ വിഭാഗവും ഇതുപോലെ സംഘടിപ്പിക്കുമല്ലോ, അപ്പോൾ അതിനെയും കവച്ചു വെക്കുന്ന വലിയൊരു പ്രചരണ വേല കൊണ്ടുവരാനാണോ ശ്രമിക്കുന്നത്? ഇത് ഒന്നാമത് മുഖ്യമന്ത്രിയുടേത് കുറച്ച് ഔദ്യോഗിക സ്വഭാവമുള്ളതാണ്. അത് പബ്ലിക് ഫണ്ടിൽ നിന്ന് പൈസ പോകുന്നതാണല്ലോ. ഇത് പാർട്ടി അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന, ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി നടത്തുന്ന വേറെ തന്നെ ഒരു ശ്രമമാണ്. സർക്കാരുമായിട്ട് അതിന് നേരിട്ട് ബന്ധമില്ല എന്നാണ് അതിനെ ആദ്യം കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു സംഗതി ഉള്ളത്, ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ CPM-ൻ്റെ ആളുകളൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് ഇതൊരു വിശാലമായ പ്രോജക്റ്റാണ്. കേവലമായി സർക്കാരിനെ പ്രതിരോധിക്കൽ മാത്രമല്ല, സർക്കാരിൻ്റെ ഈ മദ്ഹ് പറയൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സംഘപരിവാറിൻ്റെ കടന്നുവരവിനെ സൂക്ഷ്മതലത്തിൽ ചെറുക്കാൻ കഴിയുന്ന ആശയപ്രചരണം, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായിട്ടുള്ള സയൻറ്റിഫിക് ചിന്താഗതിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പുരോഗമന ആശയങ്ങൾ പങ്കുവയ്ക്കൽ തുടങ്ങിയിട്ടുള്ള വലിയ ഒരു ഗ്രാൻഡ് ഡിസൈനാണ് ഈ പുതിയ കൂട്ടായ്മയ്ക്കുള്ളതെന്നാണ് അതിനകത്തുള്ള ആൾക്കാർ തന്നെയും പറയുന്നത്. അതൊരു പുതിയ സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് ഇപ്പോൾ CPM-ൻ്റെ ഇപ്പോഴത്തെ സൈബർ മെക്കാനിസം മുഴുവൻ പ്രവർത്തിക്കുന്നത്, നമ്മൾ പല കുറിയുടെ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യുക എന്ന ഒറ്റ ആശയത്തിലാണ്. ഞങ്ങളുടെ സർക്കാരിന് വീഴ്ചയൊന്നുമില്ല, ഞങ്ങളുടെ സർക്കാർ സൂപ്പറാണ്, ഞങ്ങളുടെ സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ UDF കാലത്ത് അത് ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ആ പദ്ധതി UDF കാലത്തെ ആയിരുന്നു, അല്ലെങ്കിൽ നോട്ടീസ് ഇറക്കിയത് UDF കാലത്തെയാണ്, അങ്ങനെ ഭരണകൂടത്തിന് ഒരു പിഴവും പറ്റിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള അധികപ്പണിയാണ് ഈ സൈബർ മെക്കാനിസം മുഴുവൻ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇടതുപക്ഷം എന്ന ആശയമുണ്ടല്ലോ, ആ ആശയത്തെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കടന്നുവരവ്, RSSൻ്റെ കടന്നുവരവ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വെറുപ്പിൻ്റെ ഈ ആഴ്ന്നിറങ്ങൾ തടയുന്നതിന് ഒരു ജാഗ്രതയും സമീപകാലത്തായി CPM-ൻ്റെ സൈബർ പട കാണിക്കുന്നില്ല. ആകെ ചെയ്യുന്നത് അവർക്കെതിരെ വരുന്ന ആളുകളെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിൽ ആക്രമിക്കുക, സർക്കാരിനെ ആക്രമിക്കുന്നവരെ, പിണറായി വിജയനെ ആക്രമിക്കുന്നവരെ, പിണറായി വിജയൻ്റെ മകൾ അഴിമതിക്കാരിയാണെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നവരെ. അപ്പോൾ പിണറായി വിജയൻ്റെ മകളെ, കുടുംബത്തെ, പിന്നെ ആ ക്യാബിനറ്റുള്ള ആൾക്കാരെയൊക്കെ അവരുടെ ഭരണ പരിപാടികളെ സംരക്ഷിക്കലാണ് പ്രധാന ഉത്തരവാദിത്വം. അതുമാത്രം പോരാ എന്ന് CPM-ന് മനസ്സിലാവുന്നുള്ളത് ഭയങ്കര ചേഞ്ചാണ് എൻ്റെ അഭിപ്രായം. അത് സർക്കാരിനെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് UDF LDF-ന് തുടരാൻ പറ്റില്ല, ലെഫ്റ്റിന് തുടരാൻ പറ്റില്ല. ലെഫ്റ്റിന് തുടരണമെങ്കിൽ ലെഫ്റ്റിന് നിലനിൽക്കാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റവും ഒരു പ്രതലവും ഉണ്ട്. ആ പ്രതലത്തെ ആദ്യം സംരക്ഷിക്കണം. സർക്കാർ എന്ന് പറഞ്ഞാൽ മാറി മാറിയേ വരും. സർക്കാരിനെതിരെ വിമർശനം ഉണ്ടാവും, അതിനെ കൈയടിക്കാനും ആൾക്കാരുണ്ടാവും. പക്ഷേ ലെഫ്റ്റ് നിൽക്കുന്നത് ലെഫ്റ്റിൻ്റെ ഒരു ആശയാടിത്തറയിലാണ്, അതിനെ റിസീവ് ചെയ്യാൻ കഴിയുന്ന ഒരു മണ്ണിലാണ്. ആ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. CPM തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ആലത്തൂരിലെല്ലാം മനസ്സിലായ ഒരു കാര്യമുണ്ട്, അവരുടെ അടിവേർ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കാൻ നമുക്കൊരു പ്രോജക്റ്റ് വേണം. ആളുകളെ മതനിരപേക്ഷ പക്ഷത്ത് നിർത്താൻ, ഇടതുപക്ഷ ആശയമുള്ളവരാക്കി നിർത്താൻ, ആളുകളെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങളുടെയും മറവിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ തടയാൻ ഒരു പ്ലാൻ വേണമെന്ന് CPM ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണെന്ന് ഞാൻ പറയാം. അതൊരു പ്രധാന കാര്യം. അത് CPM ആ പാർട്ടിയോട് തന്നെ ചെയ്യുന്ന കാര്യമല്ല, അത് ഈ നാടിനോടും ഈ നാട്ടുകാരോടും ഈ ഭാവി തലമുറയോടും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വമായിരിക്കും. ആ നിലയ്ക്കുള്ള താങ്ക്ഫുൾ പ്രവർത്തനമായിരിക്കും എന്ന് ഞാൻ പറയും. അപ്പോൾ അത് പ്രധാന സംഗതിയാണ്. നിങ്ങൾ നോക്കി, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സർക്കാർ ഏതെങ്കിലും തരത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്ത സർക്കാർ എന്നതുകൊണ്ടല്ല ഈ സർക്കാർ ജനങ്ങൾക്കിടയിൽ അനഭിമിതമാകുന്നെങ്കിലാകുന്നത്. സർക്കാർ എന്തെല്ലാം പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നു. വിഴിഞ്ഞം പദ്ധതി സർക്കാർ ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പോൾ നാഷണൽ ഹൈവേ കൂരിയാട് സ്ഥലം ഇടിഞ്ഞു പോയെങ്കിലും നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കില്ല. ഞാൻ ഇന്നുകൂടി അതുവഴി യാത്ര ചെയ്ത ആളാണ്. മലബാറിലെ യാത്രാ പ്രശ്നം നമുക്കറിയാം. പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്ന കാര്യത്തിലും അത് യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിലും, ഭവന പദ്ധതികളുടെ കാര്യത്തിലായാലും ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലായാലും എല്ലാം പ്രതിജ്ഞാബദ്ധതയോടെ ഇടപെടുന്ന ഒരു ഭരണകൂടമാണ് ഈ ലെഫ്റ്റിൻ്റെ ഭരണകൂടം. എന്നാൽ അവർക്കുമേൽ വലിയ ആരോപണങ്ങളുണ്ട്. പൂരം കലക്കൽ ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. അവരെ ചെറുതായി കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ജസ്റ്റിഫൈ ചെയ്യുന്ന വിശദീകരണം കൊടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അത് ജനം മറക്കില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് മൊത്തം സംഘപരിവാറിൻ്റെ കൺട്രോളിലാണ്, അത് വെറുപ്പിനെ നിയന്ത്രിക്കുന്നില്ല. അത് കേരളത്തിലെ ജനമാണല്ലോ, അത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ എന്താണ്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് 1,70,00,000 രൂപ കിട്ടിയത് ഏത് വകുപ്പിലാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ആൻസർ ചെയ്യാൻ CPM-ന് പറ്റിയിട്ടില്ല. എന്തിനാണ്, എന്ത് സേവനം കൊടുത്തിട്ടാണെന്ന്. അപ്പോൾ അഴിമതിയുടെ നിഴൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ മേലെയുണ്ട്. സംഘപരിവാറിന് എഴുതി കൊടുത്തിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് എന്ന ആരോപണം അവിടെയുണ്ട്. പൂരം കലക്കിയത് BJP-യെ സഹായിക്കാനെന്ന ആക്ഷേപത്തിന് നിലനിൽക്കുന്ന ഒരു മറുപടി, ഒരു ലോജിക്കൽ മറുപടി കൊടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഈ പ്രശ്നങ്ങൾ സർക്കാരിന് മേലുണ്ടാക്കിയിട്ടുള്ള ആക്ഷേപം ചെറുതല്ല. അപ്പോൾ അതിനെ മറികടക്കുന്നതിന് കുറച്ചുകൂടി സൈദ്ധാന്തികവും അല്ലെങ്കിൽ കുറച്ചുകൂടി സ്വീകാര്യതയും ഒക്കെയുള്ള വിശദീകരണങ്ങളും അല്ലെങ്കിൽ അതിനെ പറ്റിയ ആൾക്കാരെയൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടി വരും. അതെന്തുമാത്രം വിജയിക്കുമെന്ന് ചോദിച്ചാൽ ഇതിന് 2 എലമെൻ്റ് ഉണ്ട്. ഒന്നാമത്തെ ഞാൻ പറയുന്നത്, സാംസ്കാരികപരമായി തന്നെ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വയുടെ വരവിനെ തടയാനൊരു പ്രയത്നം നടത്തുമെങ്കിൽ നല്ല കാര്യം. രണ്ടാമത്തേത് ഈ പറഞ്ഞതുപോലെ സംഘപരിവാറിൻ്റെ കക്ഷത്തിൽ പോലീസിനെ വെച്ച് കൊടുത്തിട്ട് സ്വീകാര്യതയുള്ള 10,000-10,000 പേരെ ഇറക്കിയിട്ട് അത് പറഞ്ഞ് വിശദീകരിക്കാമെന്ന് വിചാരിക്കണമെങ്കിൽ അത് അതിവിചാരമാണ്, നടക്കില്ല. അതിനാദ്യം ചെയ്യേണ്ടത്
ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ തോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സംഘപരിവാറിനെ ഞങ്ങൾ ഇതിനകത്ത് കടക്കാൻ സമ്മതിക്കില്ല എന്നുള്ള കർശന സന്ദേശം കൊടുക്കലാണ്. അപ്പോൾ മന്ത്രി കെ രാജനൊക്കെ നന്നായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകളിലുണ്ട് പോലീസുകാർക്ക് കൊടുക്കുന്ന, ചില പോലീസുകാർക്ക് കൊടുക്കുന്ന അധിക ആനുകൂല്യത്തിൻ്റെ രോഷം, വകതിരിവ് വേണം എന്ന് പറയുന്നത് അദ്ദേഹം പറയാവുന്നതിൻ്റെ മാക്സിമത്തിലാണ് പറഞ്ഞത്. മൊഴി കൊടുത്തിരിക്കുന്ന അതിനേക്കാളും സീരിയസ് ആയിട്ടാണ്. അപ്പോൾ സംഘപരിവാറിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ആ വടി ആദ്യം പിടിച്ചു വാങ്ങിക്കുക. അത് മാത്രം ചെയ്താൽ 50% പണി കഴിഞ്ഞു. പിന്നെ ബാക്കി എളുപ്പമാണ്. അല്ലാതെ ആ വടി അവിടെ കയ്യിലിരിക്കുകയും ഇവിടെ രാജേന്ദ്ര അർലേക്കർക്കെതിരെ SFIക്കാരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുകയും ചെയ്താൽ ആളുകൾക്ക് അത് ഡൈജസ്റ്റ് ആവില്ല. ആ പ്രശ്നം ആദ്യം പരിഹരിക്കണം. മറ്റൊന്ന്, പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ സംവിധാനങ്ങൾ മുഴുവൻ സംഘിൻ്റെ കടന്നുവരവിനെ തടയാൻ, പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിനകത്ത് കടന്നു കയറി വർഗീയത പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ തടയാൻ, ഹെയ്റ്റ് ട്യൂബേഴ്സിനെ തടയാനൊക്കെയുള്ള പണി എടുത്തിട്ടില്ല എങ്കിൽ ആ പാർട്ടിക്ക് ഈ 10,000 പേരെ കൊണ്ടൊന്നും ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന സാഹചര്യമല്ല. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ ആലോചിക്കേണ്ടത്, 10,000 പേർക്ക് CPM പൈസ കൊടുത്തോ അല്ലെങ്കിൽ പൈസ കൊടുക്കാതെ ആളെ കൊണ്ടുവരും. കോൺഗ്രസും ആ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കഴിഞ്ഞ ചില വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസും പഴയ കോൺഗ്രസ്സൊന്നുമല്ല, അവർക്കറിയാം എന്ത് പണിയാണ്, UDFൻ്റെ അറിയാൻ പറഞ്ഞത് എന്ത് പണിയാണ് ഈ സർക്കാരിന് എടുക്കേണ്ടതെന്ന്. അവരിപ്പോൾ ഒരു വിജയ മൊമെൻറ്റിൽ നിൽക്കുകയോട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതൊരു നല്ല ഫൈറ്റായിരിക്കും. ഏകപക്ഷീയമായ ഒന്ന്, പണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ലെഫ്റ്റായിരുന്നു. ഒരു നെഗറ്റീവ് സൃഷ്ടിക്കാൻ അവർക്ക് എളുപ്പത്തിൽ പറ്റുമായിരുന്നു. ഇന്ന് റൈറ്റ് വിങ് ആണ് അവിടെ ഉള്ളത്. കംപ്ലീറ്റ് റൈറ്റ് വിങ് ആണ്. യൂട്യൂബേഴ്സും ഫേസ്ബുക്ക് അക്കൗണ്ടുകളും പല പേരുകളിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നമ്മൾ കാണുമല്ലോ. അതിനകത്ത് വരുന്ന അഭിപ്രായങ്ങൾ, ഇദ്ദേഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ വരുന്ന കണ്ടില്ലേ, ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റൈറ്റ് വിങ്ങിനാണ് ഇപ്പോൾ ആധിപത്യം. അതുകൊണ്ട് പഴയ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേരളം വിശ്വസിക്കുന്ന സ്ഥിതിയൊക്കെ പോയി. അപ്പോൾ നല്ല ഫൈറ്റുള്ള സമയമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പൊസിഷൻ ഓക്കെ ആക്കിയ ശേഷം മാത്രം ഒരു ഫൈറ്റിനിറങ്ങിയാൽ അതിന് കുറച്ച് വാലിഡ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അത് സ്വീകരിക്കപ്പെടുമെന്ന്. യെസ്, ഏതായാലും ഈ ടീമിന് പോസ്റ്റ്മോർട്ടം ചെയ്യാനും കീറിമുറിക്കാനും ഒക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ഒരു പ്രധാന മെറ്റീരിയൽ ആകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞങ്ങൾ എന്തായാലും നിഷ്പക്ഷമായിട്ടല്ല, ശരിയുടെ പക്ഷത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു.